Good morning dear students, welcome to Vijnanamitra. Today I want to discuss about the procedure for opening fixed deposit account. ലാസ്റ്റ് ക്ലാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നൊരു അക്കൗണ്ടാണ്. ഇതിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു FD അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നും. FD അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അത് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ എത്ര തുകയാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് എത്ര പീരീഡിലേക്കാണ്, അതായത് എത്ര കാലയളവിലേക്കാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പെസിമെൻ സിഗ്നേച്ചർ അത്യാവശ്യമാണ്. ഈ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക ഡിപ്പോസിറ്റ് ചെയ്യാം. അത് ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്കിൽ നിന്നൊരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. ആ റെസിപ്റ്റിൻ്റെ പേരാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ്. ഇറ്റ് ഈസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ദ ഡിപ്പോസിറ്റ് ബൈ ദ ബാങ്കർ. ഡിപ്പോസിറ്റ് റെസിപ്റ്റിൽ നമ്മൾ എത്ര തുകയാണോ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ പീരീഡ് ഓഫ് ഡിപ്പോസിറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നെയിം ഓഫ് ദ ഡിപ്പോസിറ്റർ, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കാം. അതായത് ഒരു ഡിപ്പോസിറ്റർക്ക് അയാളുടെ മണി സേഫായിട്ട് ബാങ്കിൽ ലോങ് പീരീഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിന് ലഭിക്കുന്നത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഗ്യാരണ്ടീസ് ഹൈ ആസ് വെൽ ആസ് സ്റ്റഡി ഇൻകം ടു ദ ഡിപ്പോസിറ്റർ. ഡിപ്പോസിറ്റർക്ക് ഒരു ഹൈ ഇൻകവും അതുപോലെ തന്നെ സ്റ്റഡി ഇൻകവും ആയിരിക്കും ലഭിക്കുന്നത്. ഫോർത്ത് പോയിന്റ്, പ്രൊസീജിയർ ഓഫ് ഓപ്പണിംഗ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആർ സിമ്പിൾ. അതായത് FD അക്കൗണ്ട് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്, ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഡിപ്പോസിറ്റർക്ക് പണത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിന്മേൽ ലോൺ ലഭിക്കുന്നതാണ് ബാങ്കിൽ നിന്ന്. സെക്കൻഡ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഓവർ ഡ്യൂ ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്, അതായത് ആ ഫിക്സഡ് പീരീഡ് കഴിഞ്ഞിട്ടും പണം വിഡ്രോ ചെയ്യാതിരിക്കുകയോ അതുപോലെ തന്നെ ആ FD റിന്യൂ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓവർ ഡ്യൂ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ലീഗലി ഓവർ ഡ്യൂ ഫിക്സഡ് ഡിപ്പോസിറ്റിന് ബാങ്കിന് ഇൻട്രസ്റ്റ് നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ RBIയുടെ 2001 ഡയറക്ഷൻ പ്രകാരം ഈ ഓവർ ഡ്യൂ ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് 14 ഡേയ്സ് കഴിഞ്ഞ്, അതായത് ആ സ്റ്റിപ്പുലേറ്റഡ് പീരീഡും കഴിഞ്ഞ് 40 ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നൽകാവുന്നതാണ്. ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റിനെ പറയുന്നതാണ് ടേം ഡിപ്പോസിറ്റ്. അതായത് സ്റ്റിപ്പുലേറ്റഡ് പീരീഡും കഴിഞ്ഞ് 14 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിന് ഓവർ ഡ്യൂ ഫിക്സഡ് ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് നൽകാവുന്നതാണ്. ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റിനെ ടേം ഡിപ്പോസിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻ ജോയിന്റ് നെയിംസ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ടായിട്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. പക്ഷെങ്കിൽ റീപേയ്മെന്റിന്റെ സമയത്ത് ബാങ്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എമൗണ്ട് മെച്യൂർ ആയി കഴിയുമ്പോൾ ഒരു പ്രോബ്ലവുമില്ല. ഏതർ ഓഫ് ദ ഡിപ്പോസിറ്റർ ആർക്ക് വേണമെങ്കിലും പേയ്മെന്റ് നൽകാവുന്നതാണ്. എന്നാൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഏതെങ്കിലും ഒരു ഡിപ്പോസിറ്റർ പണം വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് നൽകുകയാണെങ്കിൽ ബാങ്ക് മറ്റേ ആളുടെ കൺസെൻറ്റോടു കൂടി മാത്രമേ പണം നൽകുകയുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, ഡിപ്പോസിറ്റ് സ്കീംസ് ഫോർ ഇന്ത്യൻസ് എബ്രോഡ്. അതായത് വിദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പോസിറ്റ് സ്കീംസ്. ഫസ്റ്റ് വൺ, നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് അല്ലെങ്കിൽ NRO അക്കൗണ്ട്. വിദേശത്തുള്ള ആളുകൾ സാധാരണയായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് NRO അക്കൗണ്ട്, ജസ്റ്റ് ലൈക്ക് ഡൊമസ്റ്റിക് അക്കൗണ്ട്സ്. ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫണ്ട്സ് ഫ്രം ദ സോഴ്സസ് ഇൻ ഇന്ത്യ ആർ ക്രെഡിറ്റഡ് ഇൻ ദീസ് അക്കൗണ്ട്സ്. ഈ അക്കൗണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ഫണ്ടുകളെല്ലാം ക്രെഡിറ്റ് ആവുകയും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള റെമിറ്റൻസ് അനുവദിക്കുകയുമില്ല. NRO അക്കൗണ്ട് നമുക്ക് സേവിങ് അക്കൗണ്ടായിട്ടോ കറണ്ട് അക്കൗണ്ടായിട്ടോ അല്ലെങ്കിൽ FD അക്കൗണ്ടായിട്ടോ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, NRE അക്കൗണ്ട് ഓർ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്സ്. വിദേശത്തുള്ള ഇന്ത്യൻ നാഷണൽസ് സാധാരണയായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. ഇത് സേവിങ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ FD അക്കൗണ്ട് ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതും ഇന്ത്യൻ റുപ്പീസിലാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഈ അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ടാക്സ് ഫ്രീ ആണ്.
നെക്സ്റ്റ് നോൺ റെസിഡൻറ്റ് നോൺ റീപാട്രിയബിൾ റുപ്പി ഡിപ്പോസിറ്റ് സ്കീം. ഈ അക്കൗണ്ടും ഓപ്പൺ ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പീസിലാണ്. പക്ഷെങ്കിൽ ഇന്ത്യൻ നാഷണൽസിന് വേണ്ടിയിട്ട്, വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ഡീലേഴ്സ് ആയിരിക്കും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഈ അക്കൗണ്ടിൽ ലോങ് ടേം ഡിപ്പോസിറ്റുകൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട്സ്. ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് സ്കീം 1993, ദാറ്റ് ഈസ് FCNR. FCNR അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഓതറൈസ്ഡ് ഡീലേഴ്സ് വഴിയാണ്. ഈ അക്കൗണ്ടിൽ 6 months തൊട്ട് 3 years വരെയുള്ള പീരീഡിലേക്ക് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്കീമിൽ ഡിപ്പോസിറ്റേഴ്സിന് എക്സ്ചേഞ്ച് റേറ്റ് ഗ്യാരണ്ടി ലഭിക്കുന്നതാണ്.